സ്വീഡനിൽ നടന്ന ഗോദിയ കപ്പ് 2024 വിജയിച്ച ഇന്ത്യൻ സ്പെഷ്യൽ ഒളിമ്പിക്സ് ദേശീയ ഫുട്ബോൾ ടീമിലെ അംഗം ആരോമലിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ ഉറപ്പു നൽകി. ഏറ്റുമാനൂർ വെട്ടിമുകൾ സേവാഗ്രാം പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയായ ആരോമലിന് സ്കൂളിൽ നൽകിയ സ്വീകരണത്തിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂത്ത് ഫുട്ബോൾ മേളകളിലൊന്നായ ഗോദിയ കപ്പിൽ പങ്കെടുത്ത് വിജയിച്ച ഇന്ത്യൻ ടീം അംഗമാണ് ഏറ്റുമാനൂർ വെട്ടിമുകൾ സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയും കുറുപ്പന്തറ സ്വദേശിയായ ലാലു ജോസഫ് മായ ദമ്പതികളുടെ മകനുമായ ആരോമൽ. സ്വീഡനിൽ ജൂലൈ 14 മുതൽ 19 വരെ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്ത ആരോമൽ ഉൾപ്പെട്ട ടീം തിങ്കളാഴ്ചയാണ് മടങ്ങിയെത്തിയത്. ആരോമലിനും പരിശീലകൻ അലൻ സി വർഗീസിനും സേവാഗ്രാം സ്കൂളിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. തിളക്കമാർന്ന വിജയം നേടി നാടിന്റെ അഭിമാനമായി മാറുമ്പോഴും സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം ആരോമലിന് ഇനിയും ഏറെ അകലെയാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ക്ലീറ്റസ് ടോം ഇടശ്ശേരിൽ പറഞ്ഞു. ഇതേ തുടർന്ന് ആരോമലിന് വീട് വെച്ച് നൽകുമെന്ന് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ഇതിനായി സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് പരിശോധിക്കും. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തിയെങ്കിലും ആരോമലിന്റെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വലിയ രൂപത്തിലുള്ള പരിശീലന പരിപാടി സഹായകരമായി മാറി. അങ്ങനെ എത്തിയപ്പോൾ നമ്മുടെ നാടിന്, സംസ്ഥാനത്തിന്, ദേശത്തിന് അഭിമാനമായി ആരോമൽ ജോസഫ് മാറി. അദ്ദേഹം ഇന്ന് അന്തർദേശീയ തലത്തിൽ നടന്ന ടൂർണമെൻറ്റിൽ മെഡൽ നേടി തിരിച്ചു വരുമ്പോൾ നമ്മുടെ യശസ് അദ്ദേഹം വാനോളം ഉയർത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുകയാണ്. എല്ലാ നിലയിലും അദ്ദേഹത്തിന് ഇനിയും വലിയ രൂപത്തിലുള്ള അംഗീകാരങ്ങൾ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. ആരോമൽ ജോസഫിനൊരു വീടുണ്ടാകണമെന്ന അച്ഛൻ്റെ ആ വലിയ ആഗ്രഹം നമ്മുടെ ഈ വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമായി മാറുമ്പോൾ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞാൻ തന്നെ മുൻകൈയെടുത്ത് മുന്നിലുണ്ടാകുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അപ്പോൾ ആ തരത്തിൽ ഏത് തരത്തിലും നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ആദ്യമായി ക്ലീറ്റസ് അച്ഛനും ബിജുവും ചേർന്ന് ആ വീട്ടിൽ തന്നെ പോയി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വന്ന് നമുക്ക് ഏതെല്ലാം നിലയിൽ ഗവൺമെൻറ് സഹായം ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മളെല്ലാം കൂടെ വിചാരിച്ചാൽ അത് ഇവിടുന്ന് തന്നെ സാധിക്കാൻ കഴിയും. അതിന് നമുക്കെല്ലാം ചേർന്ന് ഒരുമിക്കാം. ഞാൻ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടത് നടത്താം. ആരോമലിനെ മന്ത്രി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആരോമലിന്റെ മാതാപിതാക്കളും സഹോദരനും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആരോമലിന്റെ പരിശീലകൻ അലൻ സി വർഗീസിനും ചടങ്ങിൽ സ്വീകരണം നൽകി. CMI വികാർ പ്രൊവിൻഷ്യൽ ഫാദർ സന്തോഷ് മാത്തൻകുന്നൽ അധ്യക്ഷത വഹിച്ചു. ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടികര, പ്രതിപക്ഷ നേതാവ് ES ബിജു, PTA പ്രസിഡന്റ് ടോമി ജോസഫ്, അന്തർദേശീയ കായിക താരം വിനീത പടന്നമാക്കൽ തുടങ്ങിയവർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.